ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോക വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിനെ വസ്തുക്കളോട് പ്രിയമോ അപ്രിയമോ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതാണ് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രിയങ്ങളും അപ്രിയങ്ങളും, തെറ്റും ശരിയും, വിധിയും നിഷേധവും, വേണ്ടതും വേണ്ടാത്തതും, ഇങ്ങനെയുള്ള വേർതിരിവുകൾ പരസ്പര സംഘട്ടനം ചെയ്യുന്നതാണ് അശാന്തി എന്ന് പറയുന്നത്. ഇത് മനസ്സിന് പലപ്പോഴും നാം അറിയാതെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഇല്ലാതാവണമെങ്കിൽ അവശ്യ കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ വ്യവഹരിക്കാവൂ എന്നാണ്. അത്യാവശ്യം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ വ്യവഹരിക്കുക, അനാവശ്യ കാര്യങ്ങളെ പാടെ ഉപേക്ഷിക്കുക. അതാണ് മനഃശാന്തി കൈവരിക്കാനുള്ള ഏക പോംവഴി. അതാണ് പ്രപഞ്ച വ്യവഹാരത്താലുള്ളം മലിനമാവുകിൽ സംശുദ്ധമാക്കൂ ഭഗവൽ കീർത്തന ശ്രവണാദിയാൽ. ഈ പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പലപ്പോഴും കലുഷമായിത്തീരും. മനസ്സിൻ്റെ ഈ കാലുഷ്യത്തിനാണ് അശുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള മനസ്സിനെ നമ്മൾ ശാന്തമാക്കി തീർക്കണമെങ്കിൽ ഭഗവത് കീർത്തനം ശ്രവണാദികളാൽ ഈശ്വരകാര്യം കഥകൾ കേട്ടും അത് കീർത്തിച്ചും നമ്മുടെ മനസ്സ് ശാന്തമാക്കി തീർക്കേണ്ടതാണ്. ഭഗവാന്റെ കഥകൾ സംശുദ്ധമാക്കൂ, നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കൂ. ഭഗവത് കീർത്തന ശ്രവണാദിയാൽ, ഭഗവാന്റെ കീർത്തനം കൊണ്ടും ശ്രവണം കൊണ്ടും നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശുദ്ധമാക്കണം. അത് നിത്യേന വേണം. ഒരു പ്രത്യേക സമയത്ത് മാത്രം പോരാ, പ്രത്യേക കാലത്ത് മാത്രം പോരാ. ഇത് വയസ്സായാൽ മാത്രം ചെയ്യേണ്ടതല്ല, എല്ലാ കാലത്തും ചെയ്തുകൊണ്ടേ ഇരിക്കണം. എത്രയും നേരത്തെ ആയാൽ അത്രയും എളുപ്പമായിരിക്കും. ഒരു പുല്ല് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ അത് പറിച്ചിടാൻ വെറും ഒരു 2 വിരൽ മാത്രം മതി. 2 വിരൽ കൊണ്ട് അത് പറിച്ച് ദൂരത്ത് കളയാം. എന്നാൽ അത് വളർന്ന് വേര് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ 2 വിരൽ കൊണ്ടെന്നല്ല, 2 കൈകളും കൂടി പിഴുതെടുത്താൽ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഒരായുധം തന്നെ വേണ്ടി വരുന്നു. അപ്രകാരമാണ് നമ്മുടെ മനസ്സിൽ അശുദ്ധ ചിന്തകൾ വളർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ അതിനെ കളയാൻ വളരെ വിഷമമായിരിക്കും. അതുകൊണ്ട് നാം ആ അശുദ്ധ ചിന്തകൾ വന്നാൽ ഉടനെ തന്നെ അവിടെ വെച്ചേക്കുകയല്ല വേണ്ടത്, അത് പിഴുത് കളയാൻ നാം പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം. അതാണ് പ്രപഞ്ച വ്യവഹാരത്താലുള്ളം മലിനമാവുകിൽ സംശുദ്ധമാക്കൂ ഭഗവൽ കീർത്തന ശ്രവണാദിയാൽ.